കാണുന്നില്ല. കഅബയുടെ ചുറ്റുഭാഗത്തും ആളുകളുടെ ജനനിബിഡമാണ്, വലിയ തിക്കും തിരക്കുമാണ്. കഅബ നോക്കിയിട്ട് കാണാതെ എന്റെ കണ്ണിന് വല്ലതും പറ്റിയോ? അപ്പോൾ വിളിയാളുകൾക്ക് ഒന്നുമില്ല. അവിടെ ഒരു വലിയതായ പെണ്ണ്, ഒരു സ്ത്രീ അവിടെ എത്തിയിട്ടുണ്ട്. ആ തിരക്കാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവർ തമ്മിൽ കശ്മീരിന്റെ നിലക്കുള്ള കാഴ്ച കാണുകയാണ്. ആ കാഴ്ചയിൽ ചോദിച്ചു, നിങ്ങൾ വല്ലാത്ത ഭാഗ്യവതിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ തിരക്കും ഈ ജനങ്ങളുടെ ബാഹുല്യമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാനല്ല ഭാഗ്യവതി, നിങ്ങളാണ് ഭാഗ്യവാൻ. 14 കൊല്ലം ഹജ്ജിന് വേണ്ടി നിങ്ങൾക്ക് നടന്നു വരാൻ കഴിഞ്ഞല്ലോ. ഓരോ ചരക്കടി ചവിട്ടടി വെക്കുമ്പോഴും ഈ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹു ഓർക്കാൻ കഴിഞ്ഞല്ലോ. എന്നെക്കാളും വലിയ ഭാഗ്യവാൻ നിങ്ങളാണ് എന്ന് പറഞ്ഞ ശേഷം മഹദി അവർ പറയുകയാണ്, പടച്ചറബ്ബേ, എന്റെ ഈ ഹജ്ജ് നീ സ്വീകരിച്ചുവെങ്കിൽ അതിന്റെ എല്ലാ സവാബും എനിക്ക് കിട്ടണം. അല്ല, ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഒരു പരീക്ഷണമായി നീ അത് കണക്കിലെടുത്ത് അതിന് എനിക്ക് ആ പരീക്ഷണത്തെ നേരിട്ടു എന്നാലെങ്കിൽ പ്രതിഫലം കിട്ടണം എന്ന് ചെയ്തൊരു സംഭവം തദ്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും അധ്വാനിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോയ അക്കാലത്തെ ജനങ്ങളും ഇന്നു പോകുന്ന ആളുകളും എല്ലാ സൗകര്യങ്ങളും കൊണ്ട് അല്ലാഹു തആല ചെയ്യുന്ന അമലുകളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നാം അടുത്ത വർഷം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അടുത്ത ഹജ്ജിലുണ്ടാകുമോ, അടുത്ത ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്ത് എന്റെ കൂട്ടുകാരോട്, എന്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു മുമ്പിലായ മനുഷ്യൻ ഏറ്റവും കരണീയമായിട്ടുള്ളത്. നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വക്തിന് ഞാൻ ജമാഅത്തിന് പോകാം, ഈ സമയത്തൊന്ന് ഉറങ്ങട്ടെ, ഈ സമയത്തൊന്ന് വിശ്രമിക്കട്ടെ എന്ന് ചിന്തിച്ച് നാം നീട്ടിവെച്ചാൽ പാടെ നഷ്ടപ്പെടുവാൻ സാധ്യതയേറെയാണ്. തീരെ ഗ്യാരണ്ടി ഇല്ലാത്ത, ഒരു നിമിഷം പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ശരീരം എപ്പോഴും 6 അടി മണ്ണിലേക്ക് പോവാൻ തയ്യാറായി അതിനൊരുങ്ങി കാത്തു നിൽക്കേണ്ട ശരീരമാണ് ഈ ശരീരം. അതിനുവേണ്ടി എല്ലാ തരത്തിലും തയ്യാറാക്കി നിർത്തേണ്ടത് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ കടമയാണ്. ബുദ്ധിമാനെന്ന് പറഞ്ഞ് അതിബുദ്ധിമാനെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ അവനാണ് ബുദ്ധിമാൻ. മരണത്തിന് ശേഷമുള്ള ജീവിതം ഒരു 65 കൊല്ലമല്ല, ഒരു 75 കൊല്ലമല്ല, കാലാകാലവും എത്രയാണ് കണക്കില്ലാത്ത കാലം. ആ കാലം ജീവിക്കേണ്ട ലോകം നമുക്ക് സന്തോഷമായിട്ടില്ലെങ്കിൽ അവിടെ പരിഭവപ്പെടാൻ മറ്റൊരാളില്ല, വേവരാതി പറയാൻ മറ്റൊരാളില്ല, എന്നോട് രക്ഷപ്പെടുത്ത പറയാൻ മറ്റൊരു കേന്ദ്രവുമില്ല. എല്ലാ കേന്ദ്രവും ഈ ലോകത്ത് മാത്രമാണുള്ളത്. അതുകൊണ്ട് നാളേക്ക് വെക്കാതെ കഴിവിന്റെ പരമാവധി എല്ലാ നല്ല കർമ്മങ്ങളിലും സജീവമാകണം ഓർമ്മപ്പെടുത്തുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാനുള്ളത് 13ന്റെ മഗ്‌രിബ് വരെയുള്ള സമയങ്ങളിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നല്ലതുപോലെ തക്ബീർ ചൊല്ലുക. തക്ബീർ ഇടമുറയാതെ ചെല്ലേണ്ട സമയം കഴിഞ്ഞുപോയി. ഇന്നലെ മഗ്‌രിബ് മുതൽക്ക് ഇമാം തക്ബീർ ചൊല്ലുന്ന സമയം വരെ അതിനുള്ള സമയമായിരുന്നു. ഞാൻ എത്ര ചൊല്ലി എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ്. ഇവിടെ കൂടിയ നിങ്ങളും ഓരോരുത്തരും ചിന്തിക്കുക. പള്ളിയിൽ ഞാൻ വന്നപ്പോ വളരെ കുറഞ്ഞ 1-2 ആളുകൾ മാത്രമാണ് തക്ബീർ ചൊല്ലാനുള്ളത്. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടി. നിങ്ങൾ പലപ്പോഴും തക്ബീർ ചൊല്ലിയിട്ടുണ്ടാവും. എന്നാലും ഒരു ഷെയർ എന്ന നിലയ്ക്ക് നമ്മുടെ പള്ളിയിൽ തക്ബീർ ചൊല്ലാൻ നാം കൂട്ടമായി പഴയ കാലങ്ങളിൽ മക്കളൊക്കെ മുന്നിൽ വരുമായിരുന്നു. ഇന്ന് മക്കളെയും കിട്ടുന്നില്ല. ആരെയും ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. എല്ലാവരും നല്ല ആ വിഷയങ്ങളിലേക്ക് സജീവമായി വന്നാൽ ഒരു തക്ബീർ ചൊല്ലിയാൽ അല്ലാഹു ഉന്നതനാണ്, ഞാനൊന്നുമല്ല, അല്ലാഹു മഹാനാണ്, എനിക്കൊന്നും കഴിയൂല, ഞാൻ നിസ്സാരനാണ് ചിന്ത വരുമ്പോൾ താഴ്മ വരുന്നു. ആ താഴ്മ കാരണമായി സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കഴിയുന്നു. ആ നിലയ്ക്ക് എത്താൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ മുതൽ ഈ പെരുന്നാൾ വരെ നാം ചെയ്ത സുഹൃത്തുക്കൾ, കഴിഞ്ഞ വലിയ പെരുന്നാൾ മുതൽ ഈ വലിയ പെരുന്നാൾ വരെ നാം ചെയ്ത സുഹൃത്തുക്കൾ ഒരുപാട് നമ്മൾ ചെയ്ത് നമ്മുടെ ലിസ്റ്റിൽ ഒരുപാടുണ്ട്. പക്ഷേ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ എന്തുണ്ടാവും? അതാണല്ലോ ഒരിക്കൽ പറഞ്ഞത്. അദ്ദേഹം മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വസ്ത്രം, ആ വസ്ത്രം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി വെച്ചു. വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ പലരും പല പറയുന്നു. ഒരാൾ വില കുറച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി. കരയാണ് ഞാൻ ഈ പറഞ്ഞ എന്റെ ഈ വസ്ത്രത്തിന് ഇത്രയാണല്ലോ അദ്ദേഹം വില കണ്ടത്. അപ്പോൾ ആ വില പറഞ്ഞാൽ നിങ്ങൾ കരയണ്ട എന്ന് ന്യൂനതകൾ ഇങ്ങനെ
ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നു. ഈ തകരാറുണ്ട്, ആ തകരാറുണ്ട്, ഈ തകരാറുണ്ട്, പല തകരാറും പറഞ്ഞിട്ടാണ് ഞാൻ അതിന് വില കുറച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പൊട്ടിക്കരയുകയാണ്. എന്ന ചോദ്യം വിശദമായി ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ വില കുറച്ചത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, 2-3 മാസക്കാലം കഠിനാധ്വാനം ചെയ്ത് നെയ്തെടുത്തൊരു വസ്ത്രം ഒരു തകരാറും എന്റെ കാഴ്ചയിലില്ല, എന്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. ആ നിനക്ക് വൃത്തിയുള്ളൊരു വസ്ത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോ ന്യൂനതകളൊക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളിത് കാറ്റി തന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പ്രായപൂർത്തിയായ അന്ന് മുതൽക്ക് അതിന് മുമ്പേ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. പ്രായപൂർത്തി മുതൽക്ക് ചെയ്ത ഓരോ നിസ്കാരങ്ങളും ഓരോ ഇബാദത്തുകളും അതിന്റെ പോരായ്മകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമല്ലോ. റബ്ബ്, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് എന്റെ ഇബാദത്ത് എത്തുന്നത്. അവൻ ന്യൂനത പറയുമ്പോൾ, പോരായ്മകൾ പറയുമ്പോൾ എനിക്കത് നന്നാക്കാൻ ചാൻസ് കിട്ടൂലല്ലോ. ഈ വസ്ത്രത്തിന്റെ കോട്ടം എനിക്ക് തിരുത്തിയിട്ട് കൊണ്ടുവരാം, അതെനിക്ക് വേറൊരു വസ്ത്രം നന്നായി ചെയ്തുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ റബ്ബിന്റെ കോടതി എത്തിയാൽ എന്റെ ഇബാദത്ത് നന്നാക്കി ചെയ്യട്ടെ, ഞാനൊന്ന് പോകട്ടെ വാഴക്കാട്ടേക്ക് എന്ന് പറഞ്ഞ് പോരാൻ കഴിയുമോ? എന്റെ നാട്ടിലേക്ക് പോകാൻ ഇരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ചെയ്ത അമലല്ലാതെ ആ ന്യൂനതകൾ ഞാൻ സഹിക്കുകയല്ലാതെ എന്റെ ഏറ്റെടുക്കാൻ മറ്റൊരാളും ഉണ്ടാവുകയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടിക്കറിയുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ കൂട്ടുകാരെ, ഞാനിത് പറയുമ്പോൾ വലിയ നല്ല എന്ന നിലക്കല്ല ഇത് പറയുമ്പോഴേക്ക് എനിക്കും നിങ്ങളെ പോലെ മാനസികമായി പരിവർത്തനം വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത്. ചെയ്യുന്ന അമലുകൾ ആളുകൾ കാണാൻ വേണ്ടിയല്ലാതെ റബ്ബ് കാണാൻ വേണ്ടി, റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി, അവന്റെ അടുക്കൽ ഖബൂലിയത്ത് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുമെന്ന ചിന്തയോടുകൂടി ചെയ്യാൻ സാധുക്കളായ അവസാന കാലത്ത് ചക്രി ചവറുകളാകുന്ന ഈമാൻ വളരെ ബലഹീനമാണ്, ഈമാൻ വളരെ കുറവാണ്. ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു ഭൗതിക വിഷയവും ഒരു പാരത്രിക വിഷയവും ഭൗതിക വിഷയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിളിച്ച് അതിന്റെ പിന്നാലെ പോകുന്നവരല്ലേ നമ്മിൽ കൂടുതലും. ആഖിറത്തിലേക്ക് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചതിന്റെ പിന്നാലെ പോകാൻ നമുക്ക് പലപ്പോഴും കഴിയാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് നല്ല നിഷ്കളങ്കമായ റബ്ബിനോട് ദുആ ചെയ്യുക. പടച്ച റബ്ബ് നാം ചെയ്ത എല്ലാ അമലുകളും ചെറുതും വലുതും എല്ലാം റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നാം ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്നോളം ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകൾ ഖബറിൽ നാളെ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് കാരണവന്മാർ, ഒരുപാട് ചെറുപ്പക്കാർ, അവർ നമ്മോടൊപ്പമില്ല. അവർ അന്ന് അധ്വാനിച്ചപ്പോൾ, ഇതിന് പ്രവർത്തിച്ചപ്പോൾ അവർ ആഗ്രഹിച്ചത് നമ്മുടെ പ്രാർത്ഥനയാണ്. പടച്ച റബ്ബ് അവർക്കൊക്കെ വലിയ സന്തോഷം നൽകുമാറാവട്ടെ, വലിയ റാഹത്ത് നൽകുമാറാവട്ടെ. ഈ സദസ്സിന്റെ നിസ്കാരങ്ങളുടെയും ഇവിടെ നടന്ന ഏതൊക്കെ സുഹൃത്തുക്കളുണ്ടോ എല്ലാറ്റിനെയും സവാബ് പടച്ച റബ്ബ് ഈ ഖബർസ്ഥാനങ്ങൾ കൂടുതൽ ആളുകൾ അവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പരിസരത്ത് കിടക്കുന്ന നാമുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവർക്ക് ഇതിന്റെ സന്തോഷം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.